ഹായ് ഗായ്സ്. ഇതേപോലെ ഒരാളുടെ പേരടിച്ചു കൊടുക്കുമ്പോഴേ ആളുടെ സാലറി ഓട്ടോമാറ്റിക്കലി കാണുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വി ലുക്കപ്പ് ഫംഗ്ഷനാണ്. ഈക്വൽ ടു അടിച്ചിട്ട് വി ലുക്കപ്പ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ പേര് സെർച്ച് ചെയ്യുന്നത് അവിടെ ആ കോളത്തിൻ്റെ വാല്യൂ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ടേബിൾ മൊത്തം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പേര് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടില്ല. അതല്ല എംപ്ലോയി കോഡ് കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയി കോഡ് അടിച്ചു കൊടുക്കേണ്ടി വരും അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ നമ്മൾ അത് കൊടുത്തു. അഗെയിൻ കോമ ഇടാം. എന്നിട്ട് ഇതിനെ ആയിട്ട് തിരിക്കുമ്പോൾ എത്രാമത്തെ നമ്പറാണോ കോളത്തിന് വരുന്നത് അത് കൊടുക്കാം. 3 ആണ്. ദെൻ കോമ യൂസ് ചെയ്യാം. ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. അവിടെ ഇങ്ങനെ കാണിക്കും. സോ അവിടെ പോയിട്ട് നമുക്ക് ഏത് പേരാണോ വേണ്ടത് അത് അടിച്ചു കൊടുത്താൽ കണ്ടില്ലേ, ഇപ്പോൾ ടോമിൻ്റെ സാലറിയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സെയിം പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പോൾ സാലറി കൂടാണ്ട് ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് തന്നെ നമ്മൾ വി ലുക്കപ്പ് ഫംഗ്ഷൻ കൊടുക്കാം. നമുക്ക് പേര് സെർച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് കാണേണ്ടത്. സോ ആ കോളം സെലക്ട് ചെയ്യുക. അഗെയിൻ നമുക്ക് ടേബിൾ സെലക്ട് ചെയ്യണം. ടേബിൾ ആ പേരിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ടേബിൾ സെലക്ട് ചെയ്യുക. കോമ കൊടുത്തിട്ട് നമുക്ക് ഇനി അറേ എടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് സെക്കൻഡാണ്. സോ 2 ടൈപ്പ് ചെയ്യുക. കോമ കൊടുക്കാം. ഫോൾസ് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ അടിച്ചാൽ കണ്ടോ, അതിവിടെ ടോമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽസ് ആണ്. സോ ആ സെയിൽസ് അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്.